വളരെ ദാരുണമായ ഒരു അപകട വാർത്ത വരുന്നുണ്ട്. തമിഴ്നാട് തേനി പെരിയകുളത്ത് ടൂറിസ്റ്റ് ബസ്സും കാറും കൂട്ടിയിടിച്ച് 3 മലയാളികൾ മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കോട്ടയം സ്വദേശികളാണ് മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ടൂറിസ്റ്റ് ബസ്സിൽ സഞ്ചരിച്ച 18 പേർക്ക് പരിക്ക് പറ്റി. ആൽവിൻ തോമസ് ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. ആൽവിൻ, രാവിലെ തന്നെ വളരെയധികം സങ്കടമായ ഒരു വാർത്ത പുറത്തു വരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ പറയാം. പുലർച്ചെയാണ് ഈ അപകടമുണ്ടാകുന്നത്. ഘാട്ട് റോഡ് എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ മലയാളികൾ സഞ്ചരിച്ച, കോട്ടയം സ്വദേശികളായ ആളുകൾ സഞ്ചരിച്ച കാറ് ഏർക്കാട്ടേക്ക് പോവുകയായിരുന്ന ഒരു ടൂറിസ്റ്റ് ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ ടൂറിസ്റ്റ് ബസ്സിൽ 18 പേരും കാറിൽ 4 പേരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിച്ച വിവരം. ഇതിൽ 3 പേര് സ്പോട്ടിൽ തന്നെ മരിച്ചു എന്നുള്ളതാണ് നമുക്ക് തമിഴ്നാട്ടില് ആയി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇത് മരിച്ചത് ഈ വാഹനം കോട്ടയം സ്വദേശികളുടെ രജിസ്ട്രേഷനിലുള്ള വാഹനമാണ് എന്നുള്ളതാണ് പ്രാഥമികമായി നിഗമനം ഉള്ളത്. കോട്ടയം ജില്ലക്കാരാണെന്നാണ് പ്രാഥമികമായ നിഗമനത്തിലുള്ളത്. ഇതിൽ 3 പേര് സ്പോട്ടിൽ മരിക്കുകയും ഒരാളെ തേനി മെഡിക്കൽ കോളേജിലെ അബോധാവസ്ഥയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വലിയ തോതിൽ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് 4ാമത്തെ ആൾക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരാളുടെ പരിക്ക് വളരെ ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപകടത്തിൽ ഈ 18 ടൂറിസ്റ്റ് ബസ്സിൽ 18 പേര് ഉണ്ടായിരുന്നു. അവർക്കും ചെറിയ പരിക്കുകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവരെയും തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ മരിച്ചവരുടെ കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. അല്പസമയത്തിനകം നമുക്ക് അവരുടെ സ്വദേശം സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകാൻ കഴിയും. ശരി ആൽവിൻ, ആ ദൃശ്യങ്ങളെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് എത്രത്തോളം വലിയ അപകടമായിരുന്നു. 2 വാഹനത്തിൻ്റെയും ഈ മുൻഭാഗമൊക്കെ പൂർണ്ണമായും തകർന്നു പോയി. കാറില്ല അല്ലേ, ഇല്ലാത്ത രീതിയിൽ അത് തകർന്നടിഞ്ഞു പോയി. വല്ലാത്തൊരു വലിയ ദുരന്തം, വലിയൊരു അപകടം തന്നെയാണ് സംഭവിച്ചത്. 3 പേർക്ക് ജീവനും നഷ്ടപ്പെട്ടു.